ഈ വിഷയമാണ് ഗൾഫ് ടുഡേ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഷംസുദ്ദീൻ ഒളക്കര, ക്വാളിറ്റി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD, ലത്തീഫ് തെച്ചി, സാമൂഹ്യ പ്രവർത്തകൻ, മാധ്യമപ്രവർത്തകരായ അസീസ്, തോമസ് മാത്യു കടവിൽ എന്നിവരുണ്ട്. ആദ്യം ശ്രീ ഷംസുദ്ദീൻ, ഈ ഗൾഫ് നാടുകളിലേക്ക് വരുന്ന നിരവധി മലയാളികൾ ഇങ്ങനെ മയക്കുമരുന്ന് സംഘത്തിന്റെ ഇരകളായി മാറുകയാണ്. എങ്ങനെയാണ് മലയാളികൾ ഇതിൽ അകപ്പെട്ടു പോകുന്നത്? മയക്കുമരുന്ന് സംഘങ്ങളുടെ പ്രവർത്തനം ഇവർക്കിടയിൽ ഏത് തരത്തിലാണ്? ഇത് ചെറിയ ഒരു ചർച്ചയിൽ ഒതുക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗം തേടിയാണ് മയക്കുമരുന്ന് സംഘങ്ങളിൽ അകപ്പെടുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലയാളി ഗൾഫിലെത്തിയിരുന്നത് വീടും കിടപ്പാടവുമൊക്കെ വിറ്റ് വിസ സമ്പാദിച്ചിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് സാഹചര്യം മാറിയിട്ടുണ്ട്. യോഗ്യരായ ചെറുപ്പക്കാർക്ക് പണം മുടക്കില്ലാതെ ജോലി ലഭ്യമാകുന്നുണ്ട്. എന്നിട്ടും പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സുഖലോലുപന്മാരായി ജീവിക്കാനുള്ള ആർത്തിയാണ് ചെറുപ്പക്കാരെ ഇത്തരം കെണികളിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് മലയാളികളുടെ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും ആത്മാർത്ഥതയുമുള്ള ഒക്കെയുള്ള വലിയ അത്തരം ആത്മാർത്ഥതയൊക്കെ ഉള്ള രീതിയിൽ മലയാളികളെ ഇവിടുത്തെ പൊതുസമൂഹം അംഗീകരിക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഇവിടുത്തെ ഗൾഫ് നാടുകളിലുള്ള ഇവിടുത്തെ എൻ്റർപ്രനേഴ്സും അതേപോലെ തന്നെ ഇവിടുത്തെ തൊഴിൽ ലഭ്യമാകുന്നതിന് അത്തരം സാഹചര്യങ്ങൾ ഒരുപാട് മലയാളികൾക്ക് പോസിറ്റീവായിട്ട് ഇവിടെ ലഭ്യമാകുന്നുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പുതിയ തലമുറ ഇവിടെ ഗൾഫ് നാടുകളിൽ വന്നുകൊണ്ട് നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഇവിടുത്തെ ഈ ഒരു റെപ്യൂട്ടേഷനെ നശിപ്പിക്കുന്നതിലൂടെ നമ്മുടെ മലയാളികൾക്ക് ഇവിടെ തുടർന്ന് ജീവിച്ചു പോകാനുള്ള സാധ്യത വളരെയധികം. ശ്രീ ഷംസുദ്ദീൻ, കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കടത്തും ഇതുപോലെ തന്നെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഈ വിമാന ടിക്കറ്റും മറ്റുമൊക്കെ വാഗ്ദാനം നൽകി സാധാരണക്കാരെ ഇങ്ങനെ കാരിയേഴ്സായി മാറ്റുന്നുണ്ട്. ഇത് തടയാൻ എന്താണ് ചെയ്യാനാവുക? എങ്ങനെയാണ് ബോധവൽക്കരണം നടത്തുക? ബോധവൽക്കരണം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. ശരിയും തെറ്റും തിരിച്ചറിയാൻ കുട്ടികളെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയും ബോധ്യപ്പെടുത്തുന്നതിന് രക്ഷിതാക്കൾക്ക് സാധ്യമാകണം. ധാർമ്മിക മൂല്യങ്ങൾ ചോർന്നു പോകുന്നതാണ് ഇത്തരം തെറ്റലുകൾക്ക് കാരണം. പ്രവാസി കൂട്ടായ്മകൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്കും ഈ ബോധവൽക്കരണത്തിൽ പങ്കാളികളാകാനാവും. അപരിചിതരായ ആളുകൾ തരുന്ന സാധനങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലും കവറുകളും പൊതികളും പാരിതോഷികങ്ങളും നിരസിക്കാൻ പ്രവാസികൾക്ക് കരുത്തുണ്ടാകണം. നിരപരാധികളും നിഷ്കളങ്കരുമായ പ്രവാസികളെ കെണിയിൽ കൊടുക്കുന്ന ഈ റാക്കറ്റ് സംഘങ്ങളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുവാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയണം. തീർച്ചയായും താങ്കളിലേക്ക് വരാം. ശ്രീ ഷംസുദ്ദീൻ, ഈ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘത്തിന്റെ ഇരകളാകുന്ന സംഭവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്ത് ഇന്ത്യ ഏതു തരത്തിലാണ് നിയമ നടപടികൾ ആവിഷ്കരിക്കേണ്ടത്? നമ്മുടെ ഗവൺമെൻറ്റിന് ഈ വിഷയം തടയുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൽ ഒന്നാമതായി പറയാനുള്ളത് നമ്മുടെ എയർപോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ തൊഴിലാളികളും ഇത്തരം മയക്കുമരുന്ന് അല്ലെങ്കിൽ കള്ളക്കടത്ത് റാക്കറ്റുകൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത് അവിടെയുള്ള എയർപോർട്ടുകളിലുള്ള സെക്യൂരിറ്റി ക്യാമറ വെച്ച് അതേപോലെ തന്നെയുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ട് അത്തരം ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള സഹായങ്ങൾ അവിടെ നിർത്തിവെച്ചാൽ ഒരു 80% ഇത്തരം മയക്കുമരുന്ന് കള്ളക്കടത്ത് റാക്കറ്റുകൾക്കുള്ള സഹായങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് ഇത് താങ്കളിലേക്ക് വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഈ സമയത്ത് ഇന്ത്യ ഏതു തരത്തിലാണ് നിയമ നടപടികൾ ആവിഷ്കരിക്കേണ്ടത്? നമ്മുടെ ഗവൺമെൻറ്റിന് ഈ വിഷയം തടയുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൽ ഒന്നാമതായി പറയാനുള്ളത് നമ്മുടെ എയർപോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ തൊഴിലാളികളും ഇത്തരം മയക്കുമരുന്ന് അല്ലെങ്കിൽ കള്ളക്കടത്ത് റാക്കറ്റുകൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത് അവിടെയുള്ള എയർപോർട്ടുകളിലുള്ള സെക്യൂരിറ്റി ക്യാമറ വെച്ച് അതേപോലെ തന്നെയുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ട് അത്തരം ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള സഹായങ്ങൾ അവിടെ നിർത്തിവെച്ചാൽ ഒരു 80% ഇത്തരം മയക്കുമരുന്ന് കള്ളക്കടത്ത് റാക്കറ്റുകൾക്കുള്ള സഹായങ്ങൾ
അവിടെ നിർത്തിക്കൊണ്ട് ഇത് തീർച്ചയായും താങ്കളിലേക്ക് വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.